വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് മാത്സ് എക്സാം ആണ് അല്ലെ. അപ്പൊ നമുക്ക് മാത്സ് എക്സാമിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ റേഷ്യോയിലെ ഒരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ചോദ്യം എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. യെസ്, ചെറിയ ടാങ്കിലെയും വലിയ ടാങ്കിന്റെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളളവുകൾ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ളളവുകളുടെ റേഷ്യോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് ഏതാണോ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്മോൾ ടാങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്മോൾ ടാങ്ക് ഈസ് ടു ലാർജ് ടാങ്ക് ആണ് കാണേണ്ടത്. സ്മോൾ ടാങ്കിൻ്റെത് 500 ലിറ്റർ ആണ്, ലാർജ് ടാങ്കിൻ്റെത് 1500 ആണ്. ഈ 0 വെട്ടിക്കളയാ. 5 ഗുണം 1 5 ആണ്. അതേപോലെ 5 ഗുണം 3 15 ആണ്. 1:3 ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ചെറിയ ടാങ്കിൽ മുഴുവനായും വലിയ ടാങ്കിൽ പകുതിയുമാണ് വെള്ളമുള്ളതെങ്കിൽ വെള്ളത്തിന്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടെത്തുക. സ്മോൾ ടാങ്കും ലാർജ് ടാങ്കും തന്നെയാണ് ചോദിച്ചിട്ടത്. സ്മോൾ ടാങ്കിൽ ഫുള്ള് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു, ലാർജ് ടാങ്കിൽ പകുതി വെള്ളമാണ്. അതായത് ലാർജ് ടാങ്കിൽ ഫുള്ള് വെള്ളം വരികയാണെങ്കിൽ എത്രയായിരിക്കും? 1500 ലിറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പകുതി വെള്ളം എന്ന് പറയുമ്പോൾ 1500ന്റെ പകുതിയിലെ എത്രയാടാ? 750 750 വരും. ഇനി എന്ത് ചെയ്താൽ മതി? ചെറുതാക്കാലെ സിംപ്ലസ്റ്റ് ഫോമിലേക്കാക്കി ഏറ്റവും കുഞ്ഞി ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് ഈ സീറോയും പോയി. 5 ഗുണം 10 ആണ് 50. അതേപോലെ 75 എത്ര ടൈംസിലായിരിക്കും നമ്മുടെ 5ൽ പോകുന്നുണ്ടാവുക? 5 × 1 5 ആണ്. ഇവിടെ 2 വരും. 15 10:15. ഇതിനെ ഇനിയും ചെറുതാക്കാലോ അല്ലേ. 5 × 2 ആണ് നമ്മുടെ 10 വരുന്നത്. അതേപോലെ 5 × 3 ആണ് നമ്മുടെ 15 വരുന്നത്. 2 അംശബന്ധം 3 എന്ന ആൻസർ കിട്ടും. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻ ഒന്നും പഠിക്കാതെ പോവരുത് കേട്ടോ. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1500 ലിറ്റർ വെള്ളം അപ്പുവിന്റെയും മുത്തുവിന്റെയും വീടുകളിലേക്ക്, അപ്പുവിന്റെയും മുത്തുവിന്റെയും വീട്ടിലേക്ക് എന്താ ചെയ്തതെന്നറിയോ? അപ്പുവിന്റെയും മുത്തുവിന്റെയും വീട്ടിലേക്ക് 3 അംശബന്ധം 2 എന്ന റേഷ്യോയിലാണ് 1500 ലിറ്റർ വെള്ളം കൊടുക്കുന്നത്. 1500 ലിറ്റർ വെള്ളം കൊടുക്കുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഓരോ വീട്ടിലേക്കും ലഭിക്കുന്ന വെള്ളം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ അപ്പുവിന്റെ വീട്ടിലേക്ക് എത്രയാണ് കിട്ടുക എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നലെ ലൈവില് സൂപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാന്നുള്ളത്. അപ്പുവിന്റെ റേഷ്യോ നമ്മൾ എടുക്കാം. എത്രയാണ് അപ്പുവിന്റെ റേഷ്യോ? 3 ആണ് അപ്പുവിന്റെ റേഷ്യോ. ഡിവൈഡഡ് ബൈ നമ്മുടെ ഛേദത്തിൽ നമ്മൾ എന്താ കൊടുക്കുക? ഛേദത്തിൽ 3+2 ഡിനോമിനേറ്ററിൽ ഈ റേഷ്യോകൾ തമ്മിൽ കൂട്ടാം. 3+2 എത്രയാ? 5 ആണ്. 3/5 ഇൻറ്റു ടോട്ടൽ എത്ര വെള്ളാണോ അത് ചെയ്താൽ മതി അല്ലേ. അപ്പൊ 5 × 3 അഥവാ 5 ഗുണം 3 15 ആണ്. ഇവിടെ 2 0 കൂടെ വരും. അപ്പൊ 3 ഗുണം 3 9 കൂടെ 2 0. അപ്പൊ 900 ലിറ്റർ ആണ് നമ്മുടെ അപ്പുക്കുട്ടന്റെ വീട്ടിലേക്ക് പോകുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മുത്തുക്കുട്ടന്റെ വീട്ടിലേക്കോ? മുത്തുക്കുട്ടന്റെ വീട്ടിലേക്ക് ഇവിടെ അംശബന്ധം എത്രയാണ്? മുത്തുവിന്റെ 2 ആണ്. ടോട്ടൽ അംശബന്ധം 5 ആണ്. ഇൻറ്റു 1500 വരും അല്ലെ. ഇവിടെ 5 × 3 15 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 600 ലിറ്റർ വരും. അപ്പൊ 900 ലിറ്ററും 600 ലിറ്ററുമാണ് ഇവരുടെ അംശബന്ധം. ഇനി ഒരു സിമ്പിൾ മെത്തേഡും കൂടെ മിസ് പറഞ്ഞുതരാം അല്ലെ. അപ്പു ഈസ് ടു മുത്തു, ഇതാ 2 ആണ്. A:M എന്ന് പറയുന്നത് അപ്പു 1 മുത്തു ആണ്. അപ്പൊ 3 അംശബന്ധം 2 ആണ് ഇവരുടെ അംശബന്ധം. 3:2. 1500 ലിറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. ഇനി മിസ് ഒരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞുതരാം. ഈ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക. 3ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. 5ന്റെ എത്ര മടങ്ങാണ് 1500 നോക്കാം. 5ന്റെ എത്ര മടങ്ങാണടാ? 1500 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്താ കിട്ടാ? ഇൻറ്റു 300 കിട്ടും അല്ലെ. അപ്പൊ ഈ 300 കൊണ്ട് അപ്പുവിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുവിന്റെ വീട്ടിലേക്ക് എത്ര പോയിന്ന് കിട്ടും? ഈ 300 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മുത്തുവിന്റെ വീട്ടിലേക്ക് എത്ര കിട്ടി എന്ന് പറയും. അപ്പൊ 3 × 300 എന്ന് പറയുന്നത് 900 ലിറ്റർ ആണ്. 2 × 300 എന്ന് പറയുന്നത് 600 ലിറ്റർ ആണ്. സെറ്റ്. അപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു റേഷ്യോയില്. അപ്പൊ മിസ് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ചിനെ പറ്റിയിട്ട്. മക്കളെ, തീർച്ചയായും നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. കാരണം നമ്മളെ ആനുവൽ എക്സാം ആണ് നമ്മുടെ മെയിൻ ടാർഗറ്റിൽ. അത് മാത്രമല്ല, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് USSഉം വരുന്നുണ്ടാകും. അപ്പൊ ഇനി ക്രിസ്മസ് എക്സാം എന്നുള്ളൊരു സാധനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് USSഉം അതുപോലെ തന്നെ ആനുവൽ എക്സാമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പോലെ മെഗാ മാരത്തോണും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസും ഒന്നും നമ്മുടെ ഈ ഒരു USSലും ആനുവൽ എക്സാമിലും നടക്കുന്നതല്ലാട്ടോ. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര അധികം പ്രിപ്പയർ ചെയ്താലേ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഈ ഒരു ബാച്ചിലേക്കുള്ളൂ. നിങ്ങൾ എത്രയും വേഗം താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് ജോയിൻ ചെയ്യുക. 995400 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.